വിശ്വാസമാണ്. നല്ലയാളാ, എന്നെ വിഷമിപ്പിച്ച് കളഞ്ഞില്ലേ? ഇതെന്ത് മാജിക്കാ കാണിച്ചേ? ഈ ബാത്റൂമിനകത്ത് എങ്ങനെ കയറി പറ്റിയത്? അതൊക്കെ പറയാം. എന്റെ കർത്താവേ, എന്നാലും നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്റെ മാതാവേ, എന്റെ പിള്ളേർക്കൊന്നും വരുത്തല്ലേ. എപ്പോഴും മമ്മി വരുന്നേ? ഉടനെ വരുമ്പോളെ. നമസ്കാരം സർ. നമസ്കാരം. മന്ത്രി IPS കാരൊക്കെയുള്ള തറവാടാ. പറഞ്ഞിട്ടെന്താ കാര്യം? റൊമാനിയയിൽ വെച്ച് ഭാര്യയും ഭർത്താവിനെയും കൂടെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയത്. എനിക്കൊരു സമാധാനമില്ല. പുതിയ ഇൻഫർമേഷൻ വല്ലതും കിട്ടിയോ ബെന്നി? ഇല്ല. ഡൽഹിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പാപ്പച്ചനല്ലേ പറഞ്ഞത്? റൊമേനിയയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് ഹോം മിനിസ്റ്ററെ കൊണ്ട് തന്നെ വിളിച്ചു പറയിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ബെന്നി അവർ വിവരം അറിയിക്കും. രാവിലെയാണ് റോയച്ചൻ മിസ്സായത്. അന്ന് രാത്രി 10 മണി വരെ ഹോട്ടലിൽ ലൂസ് ചേച്ചിയെ കണ്ടവരുണ്ട്. അടുത്ത ദിവസം രാവിലെ തൊട്ട് ചേച്ചിയെയും കാണാതായി. റൂമിൽ നിന്ന് സാധനങ്ങളോ പണമോ ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. ഇതെന്നതാ പാപ്പച്ച? ഇതിനൊക്കെ പാപം ഞങ്ങൾ എന്നതാ ചെയ്തത്? അമ്മച്ച് വിഷമിക്കാതിരിക്കൂ. നാളെ കൂടി ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ നേരിട്ട് ഇൻവെസ്റ്റിഗേഷന് ആളയക്കാന്നാ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും സുഖമായി ഉറങ്ങിക്കോ, എല്ലാവരും ഉറങ്ങിക്കോ. വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ യജമാനൻ, എല്ലാ മാസ്റ്റർ. അവനിങ് എത്തിക്കഴിഞ്ഞു. രാത്രിയുടെ 3-ാം യാമത്തിൽ എല്ലാ പ്രേതാത്മാക്കളും ഉണർന്നെഴുന്നേൽക്കണം. അവൻ അകമ്പടി സേവിക്കണം. Oh, the king of darkness, come! I am inviting you, my prince, to taste the hot sweet blood of our beautiful girls.
ഗവർണേഴ്സ് ബംഗ്ലാ. ഇതൊരു പൊന്നാപുരം കോട്ട തന്നെ. ദൈവമേ, ഇവിടെ ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? സാറേ, വില്യം ഡിസോ സാറേ. അതെ സാറേ, ഞങ്ങൾക്ക് തിരിച്ചെത്തിയിട്ട് വേറെ ഓട്ടോ ഉള്ളതാ. സാധനമൊക്കെ വേഗം ഇറക്കി വെക്കടാ. ഇറക്കിട്ട് ഇവരെ കയറ്റി വെക്കാൻ പറയണത്. ആനയുടെ പാലുള്ള വെട്ടുകൾ കേട്ടല്ലോ. അത് ശരിയാ. ആരെങ്കിലും ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി വന്നോട്ടെ. ശരി ശരി. ഹലോ, ഒമേഗ ഷിപ്പിംഗ് ക്ലിയറിംഗിലെ സ്റ്റാഫ് അല്ലേ? അതെ സാർ, ഞാൻ രാജു, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാ. ഐ ആം പ്രൊഫസർ വില്യം ഡിസൂസ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞങ്ങൾ ഇതേ സാറിന്റെ ബംഗ്ലാവിന് മുമ്പിലെത്തി. ആരെയും കാണാതെ വിഷമിച്ച് നിൽക്കുക. സാർ ഒന്ന് ഇറങ്ങി വരുമോ? ഞാനിപ്പോ ബംഗ്ലാവിലില്ല, കുറച്ച് ദൂരെയാ, എത്താൻ ലേറ്റ് ആവും. അയ്യോ സാർ, ഞങ്ങൾക്ക് ഇത് ഇറക്കി വെച്ചിട്ട് എറണാകുളത്ത് എത്താനുള്ളതാണ്. ലോറിക്കാരാണ് ഈ ധൃതി കൂട്ടുക. അതിപ്പോ തൽക്കാലം അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് പറഞ്ഞു വിട്ടിട്ട് രാജോടെ വെയിറ്റ് ചെയ്യും. ഹാ, അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും സാറേ? ബാലൻസ് എല്ലാം കൂടി 30,000 റുപ്പീസ് ആവും. എടു ഇറക്കാൻ വരട്ടെ. ഇങ്ങനെ ആളൊരു തൊട്ടി കേസാ. തൊട്ടിയെന്നോ? അല്ല സർ, ഞാനിവരോട് പെട്ടി പൊട്ടിക്കാതെ ഇറക്കണമെന്ന് പറഞ്ഞതാ. വെരി ഗുഡ്. എനിക്ക് വേണ്ടി രാജോടെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ബില്ല് എമൗണ്ടിന്റെ കൂടെ എക്സ്ട്രാ 10,000 കൂടെ ഞാൻ തരാം. ഓക്കെ? എക്സ്ട്രാ 10,000 ഫോർ മീ? യെസ്. ഓ, എങ്കിൽ പിന്നെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു സർ. എടാ ഇറക്കിക്കോ. അങ്ങനെ തൊട്ടിയല്ല, സ്വർണ്ണ കട്ടിയാണ്. ഇവിടെ സ്വർണ്ണക്കട്ടിയുടെ കാര്യമൊക്കെ പറയുന്നേ? അല്ല സർ, പെട്ടിയെല്ലാം സ്വർണം പോലെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞതാ. ഓക്കെ ഫൈൻ രാജു, താങ്ക് യു വെരി മച്ച്. ഓക്കെ സർ. അപ്പൊ സാറേ, ഞങ്ങൾ പെട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ട് പൊയ്ക്കോട്ടെ. ആ, നിങ്ങൾ പൊക്കോ. ഞാൻ ഇവിടുത്തെ സാറ് വന്നിട്ടേ വരുന്നുള്ളൂ. ഓ, ദാ, ശരി. താങ്ക് യു സാർ. ഒന്ന് ബലത്തെ പിടിയടാ. സംഗതി വില്യം ഡിസൂസ് എന്നും പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പണി പറ്റിക്കോ ആവോ. എനിക്ക് തേണ്ടി തന്നെ. ആ സർ. ആ രാജു, ബംഗ്ലാവിന്റെ വാതിൽ തുറന്നു കിടക്കുക, അകത്ത് കയറി ഇരുന്നോളൂ. ആ, സാർ ഇങ്ങനെ വാതിലും തുറന്നിട്ടിട്ട് പോയാ കള്ളന്മാർ കയറി പണി പറ്റിക്കും. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ. ആ, ഓക്കെ ഓക്കെ സർ. ആ റൈറ്റ്. പോട്ടെ പോട്ടെ. അപ്പൊ സാറേ, ഞങ്ങൾ പോകുന്നേ. ഓക്കെ ജോണേ. ആ പോട്ടെ പോട്ടെ. ആ പോട്ടെ. സമയം ഒരുപാടായി. എപ്പോഴാണ് അയാളൊന്ന് വരിക? അയ്യേ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോ ഏത് സൗണ്ട് ഇട്ടാലും പേടിക്കും. എലിയായിരിക്കും. പഴഞ്ചൻ കസേരയാ. പേടിച്ചു പോയി. ആ, സാർ എത്തിയോ? ഗുഡ് ഈവനിങ് രാജു. ഗുഡ് ഈവനിങ് സർ. ഐ ആം പ്രൊഫസർ വില്യം ഡിസൂസ. Sir. ഹൗ ആർ യു? ഫൈൻ സർ. എന്തു പറ്റി? സാറിന്റെ കൈക്ക് ഭയങ്കര തണുപ്പ്. പുറത്തു നല്ല തണുപ്പല്ലേ? മാത്രമല്ല മഞ്ഞുകാലം തുടങ്ങിയിരിക്കുന്നു. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ആ സർ. ഞാൻ രാജുവിനെ ബുദ്ധിമുട്ടിച്ചല്ലേ? ഇറ്റ്സ് ഓക്കെ സർ. ഇതൊക്കെ ഞങ്ങളുടെ ജോലിയല്ലേ. ദാ, ഈ പേപ്പറിലൊന്ന് ഒപ്പിടണം. ഓ യെസ്. ദാ പേന. താങ്ക് യു സർ. വെൽക്കം. 30,000. ഉദ്ദേശിച്ച പോലെ തന്നെ പറ്റിച്ചു. പറഞ്ഞ പോലെ എക്സ്ട്രാ 10,000. താങ്ക് യു സർ. മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ. ഏതായാലും ഇതെനിക്ക് വലിയ സഹായമായി.
ഇറ്റ്സ് ഓക്കെ. സാറിനറിയാമോ ഷിപ്പിംഗ് ക്ലിയറിംഗ് ഏജൻസിയിൽ ഒരു ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം 7,000 രൂപയാണ്. സംഗതി ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെയാ. പക്ഷെ ഒരു 10,000 രൂപ ഒരുമിച്ച് കൈ കിട്ടുന്നത് ഇപ്പോഴാണ്. അത് സാറിന്റെ വലിയ മനസ്സ്. താങ്ക് യു സോ മച്ച് സാർ. മൈ പ്ലഷർ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. അല്ല, ഇപ്പൊ രാത്രിയിൽ പോണോ? ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. അതൊക്കെ ഞാൻ പോയിക്കോളാം. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ശീലമല്ല. ഓക്കെ രാജു, ആസ് യു വിഷ്. താങ്ക് യു സാർ. ഇവിടെ ഇരുന്ന് പെട്ടികളൊക്കെയോ സാർ? അതൊക്കെ ഞാൻ ഇവിടെ തകർത്ത് വെച്ചിടും. ആ ഒറ്റയ്ക്കോ? വല്ല ഗുസ്തിക്കാരനോ ആയിരിക്കും. ഓ, ഇന്ന് കണി കണ്ടവനെ തന്നെ എന്നും കാണണേ. അയാൾക്കെന്താ പട്ടിക വേഷമുണ്ടോ? വില്യം ഡിസൂസ സാറേ, എന്റെ പൊന്നി സാറേ, ഒന്ന് ഓടി വരണേ. സാറ് വന്നില്ലെങ്കിൽ ഇതെങ്കിലും എന്നെ കടിച്ചു കയറും. അറിയില്ല നിനക്ക് നിന്നെ തെണ്ടിയാണോ പണിയുണ്ടെന്ന്. സാറേ, രക്ഷിക്ക് സാറേ. Go back. Go back. അത് ശരി, അപ്പൊ ഈ പട്ടികൾക്ക് ഇംഗ്ലീഷേ അറിയൂ. സോറി. സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം കട്ട പുകയായി പോയനെ. എന്റെ അമ്മോ, ഇതൊക്കെ സാറ് വളർന്ന പട്ടികളാ? വളർത്തുന്നതല്ലെങ്കിലും ഞാൻ പറഞ്ഞ കേൾക്കുന്ന പട്ടികളാ. അത് ശരി. ഇനിയിപ്പോ ഈ രാത്രി സാർ പോവാൻ പറഞ്ഞാൽ പോലും ഞാൻ പോലെ സാർ. പോവാൻ പറയല്ലേ സാർ, പ്ലീസ്. താൻ വാ, ആദ്യം വന്നൊന്ന് ഫ്രഷ് ആവും. ഡൈനിങ് റൂമിലേക്ക് വന്ന ഡിന്നർ കഴിക്കാം. താങ്ക് യു സാർ. ഓ, ഞാനിപ്പോ പട്ടിക്ക് ഡിന്നർ ആയനെ സാർ. ഈ വീട്ടിൽ സാർ ഒറ്റയ്ക്കാ കഴിയുന്നത്? എന്താ ഇത്രയും വലിയ ബംഗ്ലാവ് ഉണ്ടപ്പോ താ പേടിച്ചു പോയോ? പ്ലീസ് കം. ആ മുറി പോയി തനിക്ക് ഫ്രഷ് ആവാം. വിദേശത്തൊക്കെ ജീവിച്ച ആളായതുകൊണ്ടായിരിക്കണം ഇത്ര ആതിഥ്യ മര്യാദ, സംസ്കാരം നിറഞ്ഞ പെരുമാറ്റം. സത്യം പറഞ്ഞ സാറിനെ നമിക്കണം. എന്റെ വിസിറ്റ് കാർഡ് തരാം. കേരളത്തിൽ എന്ത് ആവശ്യമാണെങ്കിലും ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ അപ്പോൾ ഓടിയെത്തും. തന്നെ എന്തോ താഴെ പോയി. ഫോട്ടോയാ? Yeah.